ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 1 കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ വാമൊഴിച്ചന്തം എന്ന പാഠമാണ്. ഈ യൂണിറ്റിലെ കാക്കിരി പൂക്കിരി പാഠം നമ്മുടെ ചാനലിൽ ഉണ്ട്. കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, കാണുക. മക്കളെ, വാമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാര ഭാഷയാണ് വാമൊഴി. വാമൊഴിച്ചന്തം. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. നമ്മുടെ മലയാള ഭാഷയുടെ മനോഹാരിതയും താളാത്മകതയും കുറിച്ചാണ് ആമുഖത്തിൽ പറയുന്നത്. പാട്ടിലും സംസാരത്തിലും നിറഞ്ഞൊഴുകുന്ന ആ കിലുക്കം ഈ വരികളിൽ നമുക്ക് കാണാം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഈ പാട്ടിലെ തിന്താരോ തക തിന്താരോ എന്ന വരികൾക്ക് ഒരു താളത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്. ഒന്നാമത്തെ അമ്മയ്ക്കും മക്കൾക്കും ആടി രസിക്കാൻ വേണ്ടി രണ്ടാമത്തെ കുന്നിന് മുകളിൽ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. രണ്ടാമത്തെ അമ്മയ്ക്കും മക്കൾക്കും തലയിൽ ചൂടാൻ വേണ്ടി മൂന്നാമത്തെ കാവിൽ മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല. മൂന്നാമത്തെ അമ്മയ്ക്കും മക്കൾക്കും അണിയാൻ വേണ്ടി നാലാമത്തെ കാട്ടിൽ സ്വർണ്ണമാല. ഇവിടെ പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകളെയോ മഞ്ഞപ്പൂക്കളെയോ പൊന്മാലയായി ഉപമിച്ചതായിരിക്കാം. ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള കുന്നപ്പൂ കണ്ടോ മക്കളെ? ഈ കുന്നപ്പൂ മാലയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകാം. നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. ചെമ്മുകിൽ എന്നാൽ ചുവന്ന മേഘം, പൂഞ്ചേല പൂക്കളുള്ള വസ്ത്രം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടൂ. മക്കള്, നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളത്തിൽ പാടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ? എഴുതി താളമിട്ട് പാടൂ. അതായത് ഈ പാട്ടിന് തുടർച്ചയായിട്ട് ചില വരികൾ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് താളമിട്ട് പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മാതൃക ഇവിടെ തരികയാണ്. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ ആറാം തോപ്പിലെ റോസാപ്പൂ, ആറാനമ്മയ്ക്കും മക്കൾക്കും തിന്നാൻ ഏഴാം കണ്ടത്തെ ഞാവൽപ്പഴം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. അടുത്ത ചോദ്യം നോക്കൂ. ചില വായ്ത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ. നിങ്ങളുണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കൂ. വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ. മക്കളെ, നിങ്ങൾ ചില വായ്ത്താരികൾ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ടീച്ചറോടൊപ്പം നിങ്ങൾ ചൊല്ലി ആസ്വദിച്ചു കാണും അല്ലേ? അപ്പോൾ നിങ്ങളുണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കും. നിങ്ങളുണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കുക. എന്നിട്ട് എന്താണ്? സംഘമായിട്ട് നിങ്ങളുടെ കൂട്ടുകാരും ഒത്തുചേർന്ന് ഇത് ചൊല്ലി ആസ്വദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 2-3 വായ്ത്താരികൾ നോക്കാം. തെയ്യക്കൻ തിന്തിമി തെയ്യക്കൻ താര, തെയ്യക്കൻ തിന്തിമി തെയ്യക്കൻ താര. അടുത്തത് താന തന തന താന തന തന താന തന തന തന്തിനു. അടുത്തത് തെയ്യക്കം 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 താരോ, തെയ്യക്കം 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 താരോ. അടുത്ത ചോദ്യം നോക്കൂ. ഇത്തരം വായ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും. അവ പാടി രസിക്കൂ, ബാലസഭയിൽ അവതരിപ്പിക്കൂ. ഇത്തരം വായ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും. അവ പാടി രസിച്ച് ബാലസഭയിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കൂ. നിങ്ങൾ വായ്ത്താരിയും നാടൻ പാട്ടും മടികൂടാതെ ചൊല്ലിയോ? സ്വയം പരിശോധിക്കൂ. അതായത് നിങ്ങൾ വായ്ത്താരിയും നാടൻ പാട്ടും മടികൂടാതെ ചൊല്ലിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ സ്വയം പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഇതോടുകൂടി വാമൊഴിച്ചന്തം എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ
പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം മക്കളെ.